ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ വീട്ടിലിരിക്കണം. പക്ഷെ ഇതിൽ പറയുന്ന കേസ് ഡിവോഴ്സിൽ ഫസ്റ്റ് റീസൺ കുട്ടി പുള്ളിയുടെ അല്ല എന്നായിരുന്നു. ഒരു വീട്ടില് 3 മരുമക്കൾ ഒളിച്ചോടിയെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? ഹീൽ ചെയ്യാൻ ഒരാണ് കൂടെ വേണമെന്നില്ല നമുക്ക്. എൻ്റെ ഹസ്ബൻഡിന്റെ സെക്കൻഡ് ഭാര്യ, പുള്ളിക്കാരി എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഭാര്യയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? കേക്ക് മേടിച്ച് മുറിച്ച് എൻ്റെ മമ്മി അറിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ ചെയ്ത് ചിക്കൻ ബിരിയാണി വെച്ചു. ഒരു പെണ്ണിന്റെ ലൈഫാ പോയത്. ഉറപ്പായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിന്റെ ഫാദർ ഒരു ശത്രുത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കേസ് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ സ്നേഹിച്ചിട്ടുമുണ്ട്. ആ കൊച്ചെ ആരോ കൊച്ചായിരുന്നു, അതെൻ്റെ മോനെ തല കയറ്റി വെച്ചു. അതായത് ഞാൻ പിഴച്ചു പെറ്റുന്ന്. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടാണോ അവർ നമ്മളോട് കല്യാണം കഴിക്കുന്നതും ആദ്യത്തെ കുറെ നാൾ നമ്മളോട് നിൽക്കുന്നത്? അത് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്ക് അറിയത്തില്ല. ഗേൾസ് റിയാക്ട് ചെയ്യും, ബോയ്സ് ആണ് റിയാക്ട് ചെയ്യില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഗേൾസ് ആണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഋതു നീ എന്നെ തപ്പി വരുമെന്ന് അറിയായിരുന്നു. കാരണം ആ വീട്ടിലെന്താന്ന് പുള്ളിക്കാരിക്ക് അറിയാം. എന്നിട്ട് ഇവന്റെ ഒരു ദിവസം വൈശാഖിനെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, വെള്ളം അടിച്ചിട്ട്, എടാ നിന്റെ അല്ലടാ കൊച്ചെന്ന്. പുള്ളിയുടെ ആണെന്ന് ഞാൻ സമ്മതിപ്പിക്കാൻ വേണ്ടി പോയി DNA എടുക്കണോ? ചേട്ടൻ എക്സ് ഉണ്ടായിരുന്നില്ലേ? നിന്റെ പേര് തന്നെ ഈ ഡയലോഗ് ഞാൻ എവിടെയാ കേട്ടിട്ടുണ്ട്? റിലേഷൻസോ? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഓൺ ടു ടോക്സിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു അടിപൊളി കപ്പിളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫസ്റ്റ് ഒരു ബസ് ഡ്രൈവർ ഒരു റീൽസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം അവരുണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ഋതു, സന്യൻ, വൈശാഖ്. താങ്ക് യു. നമസ്കാരം. നമ്മൾ വീണ്ടും കണ്ടുപിട്ടി. ആദ്യത്തെ ഇന്റർവ്യൂ ഞാനായിരുന്നു എടുത്തത്. പിന്നെ വെച്ചടി പിന്നെ എയറിലായിരുന്നു. ഏഞ്ചൽ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം പിന്നെ 4-5 ഇന്റർവ്യൂസ് ചെയ്തു. 100 ഗൂഗിൾ പേ. എന്തൊക്കെയുണ്ട് ഇപ്പം വിശേഷം? നല്ല വിശേഷം. ഏഞ്ചൽ കാണാറില്ലേ? നല്ല വിശേഷമുണ്ട്. ഇപ്പം ആദ്യമൊക്കെ ബസ്സിൻ്റെതും ഹൈറ്റിന്റെ ഒക്കെ റീൽസ് ഒക്കെ ആയിരുന്നു കൂടുതലും. നിങ്ങൾ അങ്ങനെയാണ് ആക്ച്വലി വൈറലായത്. പക്ഷെ ഇപ്പൊ കുറച്ച് കോണ്ടന്റ് ഒക്കെ വേറെയാണ്. അപ്പൊ അതെ, എല്ലാവർക്കും ബോറടിച്ചു. ബസ്സിന്റെ തന്നെ ബോറടിച്ചു, ഹൈറ്റിന്റെ ബോറടിച്ചു. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പൊ ഹൈറ്റിന്റെ അങ്ങനെ വരാറുണ്ട് ആക്ച്വലി കമന്റ്? ഇല്ല, ഞങ്ങൾ ഹൈറ്റ് വിട്ടു. നമുക്കത് കഴിഞ്ഞു. അങ്ങനത്തെ ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ചേട്ടൻ ഹൈറ്റ് കുറവാണ്, ചേച്ചി ഹൈറ്റ് കൂടുതലാണ്, അങ്ങനത്തെ ഒത്തിരി കമന്റ്സ്. അങ്ങനെ ഒരു ടോക്കിംഗ് ഇല്ല. അത് മറന്നു ആൾക്കാർ. അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളൊരു കപ്പിളായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മറന്നു. ഇപ്പം ഒത്തിരി റീച്ച് 100K എബോ ആയി. അപ്പം 100K ഒരു സെലിബ്രേഷൻ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ഭയങ്കര ഫാൻസ് ഒക്കെ. ആർക്കാ ഫാൻസ്? ചേച്ചിക്കാണോ ചേട്ടനാണോ? അത് ചേട്ടനാ ഫാൻസ്. ചേട്ടന് ഫാൻസ്. ഗേൾസ് ആണോ ബോയ്സ് ആണോ? രണ്ടുപേരും ഉണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഫാൻസിന്റെ ഒക്കെ സംസാരം? റീൽസ് ഒക്കെ ഇനി ഇടണം അല്ലെങ്കിൽ ഇതാണ് അതാണെന്നൊക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ന് തന്നെ ഞങ്ങളിങ്ങനെ നടന്ന സമയത്ത് കലൂർപ്പള്ളി ചേച്ചി, അയ്യോ മറ്റേ റീൽസ് ചേച്ചിയല്ലേ, ചേട്ടൻ പെപ്പ ചേട്ടനല്ലേ, റീൽസ് കാണാറുണ്ട് കേട്ടോ, നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നോർമലി സംസാരിക്കുന്ന പോലെ തന്നെ. എല്ലാവർക്കും പെപ്പേന്ന് അറിയാം, ആർക്കും വൈശാഖ് അറിയത്തില്ല. അത് അന്ന് പറഞ്ഞ ഇന്റർവ്യൂല് ടാറ്റോ, പെപ്പയുടെ ടാറ്റോ ഇപ്പോഴും അത് തന്നെയാണ്. ഫാൻ ബോയ് ആണല്ലേ? ഓക്കെ. ഇപ്പം മോനൊക്കെ അപ്പം എന്ത് ചെയ്യുന്നു? നിങ്ങൾ എല്ലാരും ഒരുമിച്ചാണല്ലോ എപ്പോഴും ഫോട്ടോസ് റീൽസ് ഇടുന്നു. ഇപ്പൊ ലിവിങ് ടുഗദർ ആണോ? അപ്പൊ നിങ്ങൾ മാരീഡ് ആണോ? മാരീഡ് ഒന്നും അല്ല, ലിവിങ് ടുഗദറും അല്ല. പുള്ളിയുടെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടില്. പക്ഷെ 24 മണിക്കൂറും ഒരുമിച്ചുണ്ട്. ശരിയാവുന്നില്ലല്ലോ. അത് 24 മണിക്കൂർ ഒരുമിച്ചാണ്, പക്ഷെ പുള്ളിയുടെ വീട്ടിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാരും തൊട്ട് നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു, ലിവിങ് ടുഗദർ ആയിരുന്നു. ഇപ്പൊ ലിവിങ് ടുഗദർ ഒന്നും അല്ല. ഞങ്ങൾ പബ്ലിക് ആയിട്ടൊരു എത്ര 1 lakh ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും പേരെ കാണിച്ചിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കത്തുള്ളൂ. അത്രയും വൈബ് ആയിരിക്കും അവര് കല്യാണം. കാരണം ഒളിച്ചോടി എന്നൊക്കെയാണ് ചിലർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അപ്പൊ ഒളിച്ചോട്ടല്ല എന്ന് അറിയണമല്ലോ. ഇപ്പൊ ചേട്ടൻ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇപ്പം ചേട്ടനെ കാട്ടി ഇപ്പൊ വേറൊരു ചേച്ചിയും എക്സ് ഹസ്ബൻഡിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പ്രൊഫൈലിൽ കിടക്കുന്നത്. ചേട്ടന് ഇപ്പൊ വലുതായിട്ട് റോൾ ഇല്ല റീസെന്റ് പോസ്റ്റിലൊക്കെ. എന്താണ് ആ ഒരു സ്റ്റോറി? ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായി. ഒരു പോസ്റ്റ് എക്സ് ഹസ്ബൻഡ് ഫസ്റ്റ് വൈഫ്
സെക്കൻഡ് വൈഫ് എന്നൊക്കെ ഇനി തേർഡ് വരും. തേർഡ് വരും. അപ്പൊ തേർഡ് നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചൊരു ഫോട്ടോ ഇടും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടും. ഞാൻ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം കാണുന്നത്, എക്സ് ഹസ്ബൻഡിന്റെ രണ്ടാമത്തെ വൈഫോട്ട് രണ്ടും കൂടെ കൊളാബ് ചെയ്ത് റീൽസ് ഇടുന്നത്. റീൽസ് ഇടുന്നു. എന്റെ ഒരു ചേച്ചിക്ക് എന്തോന്നാലോ ലോകത്തിന്റെ പോക്ക്. പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഈ എക്സ് ഹസ്ബൻഡിന് ഇപ്പോഴത്തെ വൈഫാണെന്ന് നമ്മൾ സംസാരിക്കും എന്ന് പറഞ്ഞൊരു പോക്ക്. ഇവര് കൊളാബ് ചെയ്ത് റീൽസ് ഒക്കെ ഇടുന്നു, ഫോട്ടോ ഇടുന്നു, ഫോട്ടോ യൂണിവേഴ്സ് എല്ലാരും ചോദിക്കുന്നത്. അതാ ഇത് ഏതാ ഈ യൂണിവേഴ്സ്? സിനിമയിൽ പോലും കണ്ടിട്ടില്ല അത്. ഞാനും എങ്ങനെയാ ഒരു ഇത് വന്നത്, ആ ഒരു ഗട്സ് വന്നത്? ഇങ്ങനെ വൈഫ് ഇപ്പൊ അവര് ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുക, ആ പ്രശ്നത്തിൽ പോയി വിളിച്ചോണ്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നു. അതെന്താണ് ആ ഒരു സ്റ്റോറി? ഇത് പറയണമെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ കാണുന്നവർക്ക് വെറുപ്പേരായിരിക്കും എങ്കിലും പറയാം. എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 മാസത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി, എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തി. പിന്നെ അതിനുശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ചെയ്തു, ഞാൻ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് കൊടുക്കുമ്പോൾ അയ്യോ എൻ്റെ ചേട്ടാ ഡിവോഴ്സ് ചെയ്യലേന്ന് പറഞ്ഞ് ഞാൻ ഓടി ചെല്ലുമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്ക് തെറ്റി. ഞാൻ പറഞ്ഞു ശരി കണ്ടിന്യൂ ചെയ്തോ. ഡിവോഴ്സിന് ഞാൻ പോയിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എക്സ് പാർട്ടി ആയിട്ടാണ് ഡിവോഴ്സ് പോയത്. അതായത് ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്തില്ല. അറിയാം, എക്സ് പാർട്ടി ഡിവോഴ്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ പുള്ളി എനിക്കെതിരെ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ശരിയെന്നുള്ള രീതി പുള്ളിക്ക് ഡിവോഴ്സ് കിട്ടി. പുള്ളി രണ്ടാമത് കല്യാണം കഴിച്ചു. പക്ഷെ ഇതിൽ പറയുന്ന കേസ് ഡിവോഴ്സിൽ ഫസ്റ്റ് റീസൺ കുട്ടി പുള്ളിയുടെ അല്ല എന്നായിരുന്നു. നമുക്കത് പ്രശ്നമില്ല. അല്ലെന്ന് പറയുന്ന ആളെ നമുക്കത് എന്താ നമുക്ക് എന്താ ഏഞ്ചൽ അതിന് ആവശ്യം? കുട്ടി എൻ്റെ അല്ലെന്ന് പറയണു. അതെൻ്റെ ആണെന്ന് ഞാൻ പുള്ളിയുടെ ആണെന്ന് ഞാൻ സമ്മതിപ്പിക്കാൻ വേണ്ടി പോയി DNA എടുക്കണോ? നമുക്കത് എന്തിനെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഏഞ്ചൽ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതിന് വരച്ചു വെച്ചേക്കുവാണത്. കണ്ട എല്ലാവർക്കും അറിയാം അതിനെന്താണോ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചേക്കാം. പിന്നെ എനിക്കൊരു ഇതുണ്ട്, നമുക്ക് DNA ഒന്നും ആവശ്യമില്ലല്ലോ. എനിക്ക് ജീവിക്കാനായിരുന്നു ആഗ്രഹം. അല്ലാതെ DNA എടുത്ത് പുള്ളിയുടെ കൂടെ പോയി ഇപ്പൊ രണ്ടാമത്തെ വൈഫിന് അനുഭവം അറിയാലോ. അപ്പൊ അങ്ങനെയായി പുള്ളി രണ്ടാമത് കല്യാണം കഴിച്ചു. സെക്കൻഡ് മാരേജ് ഒരിക്കലും ഒരു തെറ്റല്ല. നമുക്കൊരു എനിക്കായാൽ പോലും ഒരു പുതിയൊരു ലൈഫ് കിട്ടുവാണ്. പക്ഷേ പുള്ളി രണ്ടാമത് കല്യാണം കഴിച്ചപ്പം ഫസ്റ്റ് മാരേജിലെ കുട്ടിയുടെ കേസ് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു. അതായത് ചേച്ചിയുടെ മറച്ചു വെച്ചു. അപ്പം പുള്ളി മാരേജ് ഒക്കെ ആയപ്പോൾ എനിക്ക് അവരുടെ റിലേറ്റീവ്സ് ഫോട്ടോസ് ഒക്കെ അയച്ചൊന്നും ആയിക്കോട്ടെ, പുള്ളിക്കും ഹാപ്പി ലൈഫ് വേണം, എനിക്കും ഹാപ്പി ലൈഫ് വേണം. കാരണം പുള്ളിക്ക് നല്ല ലൈഫ് കിട്ടിയാലേ എനിക്കും കിട്ടുള്ളൂ. ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അവര് അറേഞ്ച് മാരേജ് ആയിരുന്നു. അല്ല, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ്? അല്ലല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. അറേഞ്ച് പ്ലസ് ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ പുള്ളി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് അപ്പം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പ്രസന്റ് ലൈഫും കാര്യം ഹാപ്പിനെസ്സും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക, അവർ വീട്ടുകാർ കോൺടാക്ട് ചെയ്തു ഇൻസ്റ്റ വഴി. അപ്പം തന്നെ എനിക്ക് നോക്കിയപ്പോൾ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കരയണു, പിടിക്കണു. അപ്പം തന്നെ കത്തി എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായിരുന്നു ഈ പുള്ളിക്കാരി എന്നെ എപ്പോഴെങ്കിലും തേടി വരും. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ 2 ആൺമക്കളാ. എല്ലാരും ശ്രദ്ധിച്ചേക്കണം, 2 ആൺമക്കളാണ്. ഇത് പറയണമെങ്കിൽ പറയാം, 2 ആൺമക്കളാണ്. മൂത്ത ചേട്ടൻ 2 കല്യാണം കഴിച്ചു. ആ ചേട്ടൻ നല്ലതായതുകൊണ്ട് രണ്ടാമത്തെ ഭാര്യ ഇപ്പൊ കൂടെയുണ്ട്. കാരണം മാറി താമസിക്കുന്നതുകൊണ്ട്. അപ്പൊ രണ്ടാമത്തെ മകന്റെ ആദ്യ ഭാര്യയാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ എന്റെ മാക്സ് ഒന്നും കിട്ടുന്നില്ല എനിക്ക്. അതായത് ആദ്യത്തെ ചേച്ചി അവിടുന്ന് പോയപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആ ചേച്ചിനെ തപ്പിപ്പിടിച്ച് പോയായിരുന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഋതു നീ എന്നെ തപ്പി വരുമെന്ന് അറിയായിരുന്നു. കാരണം ആ വീട്ടിൽ എന്താന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അതുപോലെ എന്നെ തപ്പി ആ വീട്ടിലെ അടുത്ത മരുമോളും വന്നു. അപ്പൊ പ്രശ്നം തുടങ്ങിയ ചേച്ചിയായിട്ട് കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാണ് അവരുടെ ഫാമിലി ഇഷ്യൂ ഉണ്ടായത്? അങ്ങനെ ഒരു ഇഷ്യൂ അല്ല, മറച്ചു വെച്ച് കല്യാണം കഴിച്ചു. പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ആ പുള്ളിക്കാരി സ്റ്റോറി ഇട്ടായിരുന്നു കരയുന്നത് കാര്യങ്ങളെന്നൊക്കെ. അതൊക്കെ അവരെന്തോ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ സംസാരിച്ച് കുറച്ച് കൂട്ടിട്ടുണ്ട്. ഇല്ല, അവര് സെപ്പറേറ്റ് ആയി അടി ബഹളമൊക്കെ ഉണ്ടായി. അവര് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത്. അല്ലാതെ ഞാൻ അവിടെ കുളം കലക്കാറൊന്നും ചെന്നിട്ടില്ല. അപ്പൊ എന്നിട്ടാണ് പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞു? ഇല്ല, എന്റെ അടുത്ത് ഓൾറെഡി നമ്മുടെ പോസ്റ്റ് കണ്ടപ്പോ പുള്ളിക്കാരിക്ക് മനസ്സിലായി കൊച്ചിനെ നമ്മളുണ്ടല്ലോ അക്കൗണ്ടില്. അപ്പൊ ഹസ്ബൻഡിനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് കുട്ടികളെ മറച്ചു വെച്ചു, ഇത് തന്നെ നിങ്ങളെ പോലെയാണ് ഇരിക്കുന്നത് പറഞ്ഞ പുള്ളി അക്സെപ്റ്റ് ചെയ്തു. അത് എന്റെ മോനാണെന്ന് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ തുടങ്ങിയ പ്രശ്നമാണ്, തല്ലായി ബഹളമായി. ഇപ്പൊ പുള്ളിക്കെതിരെ 5 മാസം പ്രഗ്നന്റ് ആണ്. പുള്ളിക്കാരി ഉപദ്രവിച്ചു, പ്രഗ്നന്റ് ആയിരുന്ന അതെ. എന്റെ അടുത്ത് ഒരു ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. ഗർഭിണിനെ കാണുമ്പോൾ പുള്ളിക്ക് കാലെടുത്ത് ചവിട്ടാൻ തോന്നും. അപ്പൊ പുള്ളിക്കാരിയും പ്രഗ്നന്റ് ആയിരുന്ന ലേഡീനെ ഉപദ്രവിച്ചു. പുള്ളിക്കാരി അതുപോലെ തന്നെ എന്റെ അമ്മ കൂട്ടിക്കൊണ്ടുവന്ന പോലെ തന്നെ പുള്ളിക്കാരിയുടെ അമ്മ സ്പോട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ ഡിവോഴ്സിന് ഒരു പേപ്പർ കൊടുത്തിട്ടിരിക്കുക. അപ്പോ പുള്ളിക്കാരി നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ വന്നതാണ്? നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോയതാണ്? ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. അതല്ല, ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കാണാൻ പോയി. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ അല്ല, ഓൾറെഡി ഞങ്ങൾ ഇവിടെ എറണാകുളം വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യങ്ങൾ പറയാനൊന്നുമില്ല. കാരണം എനിക്കറിയാം എനിക്ക് എന്താണ് അനുഭവം. എന്ന് പറഞ്ഞ ചേച്ചി എന്താണ് അവൻ അനുഭവിച്ചത്. കാരണം ഓൾറെഡി എന്റെ പഴയ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ചേച്ചി എന്താണ് അവിടെ അനുഭവിച്ചത്
സെയിം കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നേരിട്ടത്. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. ഓ ചേച്ചി ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ശരി, എനിക്കും അത് തന്നെ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട, ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ കപ്പിൾ വീഡിയോസ് ഒത്തിരി ആൾക്കാർ നീ ഒരു ഡിവോഴ്സ് ആണ്, നീ മനഃപൂർവ്വം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് അയാളെ കളഞ്ഞു നോക്കുക, ഒത്തിരി കോമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ വീട്ടിലിരിക്കണം, ഒരു സിംഗിൾ പാരന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കണം. വേറൊരാളെ കല്യാണം കഴിച്ചാൽ അവൾ മോശമാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ റിലേഷൻ ആയ മോശമാണെന്നൊരു തോട്ട് നമ്മുടെ കേരളത്തിൽ ആക്ച്വലി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ 2-3 ദിവസത്തെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ ആ നെഗറ്റീവ് കമന്റ്സ് പോയി. ചേച്ചി പറഞ്ഞു നിരത്തിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്ന സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വിശ്വാസമായോ? കാരണം എനിക്ക് മനസ്സിലാവും നമ്മൾ അത്രയും പെയിനിലാണ് പൊക്കോണ്ടിരുന്ന ആൾക്കാർ, നമ്മൾ അത്രയും മോശമായിട്ട് പറയുമ്പോൾ അത്രയും പെയിനിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് അതൊരു പുറത്തിട്ട സമയത്ത് ആൾക്കാർ എന്താ പറഞ്ഞത്? അതായത് ഇപ്പോൾ എൻ്റെ മോന് 2.5 വയസ്സ്. ഈ 2.5 വർഷക്കാലം അവരെൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ സഹിതം അച്ഛനും അമ്മയും ഹസ്ബൻഡ് എന്നെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ എന്നെ ഡെയിലി കൊണ്ടുവരുന്ന ഓട്ടോക്കാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവരുടെ നാട് കട്ടപ്പനയാണ്, അവിടെ പോലും പറഞ്ഞു ആ കൊച്ചേ ആരോ കൊച്ചായിരുന്നു, അതെൻ്റെ മോനെ തല കയറ്റി വെച്ചു. അതായത് ഞാൻ പിഴച്ചു പെറ്റു എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് എന്നെ, നമുക്കത് കേൾക്കുമ്പോൾ എത്രത്തോളം അത് എനിക്ക് ഭയങ്കര വിഷമമായി. അതായത് 2.5 വർഷം ടൈം എടുത്തു എനിക്ക്. അപ്പൊ എൻ്റെ ഒരു മധുരപ്രതികാരം തന്നെയാണത്. കാരണം എന്താ പറയാ, നമുക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം മോശക്കാരി ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. കണ്ടവന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന് അവന്റെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇപ്പോഴത്തെ വൈഫിൻ്റെ അടുത്ത് സംബന്ധിച്ച് അതെന്റെ കൊച്ചാണ്. എനിക്ക് അതിലും വല്ല വേറെ കാര്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം. പക്ഷെ അവനാണ് തെറ്റുകാരൻ എന്നുള്ളത് ഈ 2ാമത്തെ ലൈഫിലും അവൻ പ്രൂവ് ചെയ്തു. കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആൾക്കാർ കേൾക്കുമ്പോ ചുമ്മാ ആൾക്കാർ പറയുന്നതാന്ന് പറയും, പക്ഷെ നമ്മളൊരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് തന്നെ തിരിച്ച് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് തന്നെയാണ് സംഭവം. ഇപ്പം മറ്റേ പുള്ളിക്കാരി അപ്പോ എന്താ പറഞ്ഞു, ഇപ്പൊ ഡിവോഴ്സിന് പോകുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാവും ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ പുള്ളിക്കാരെ നശിപ്പിക്കുന്നത്. ഇനി എത്ര പേര് കാണും, ഇനി എത്ര പേര് വരും എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം ഒരു കമന്റ് ഞാൻ കണ്ടാണ്, എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പൊട്ടികളാണോ, ഇവരെന്താണ് ഒരു ആണിന്റെ സ്വഭാവം ആദ്യമേ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയത്തില്ല, ഇപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടാണോ അവർ നമ്മളോട് കല്യാണം കഴിക്കുന്നതും ആദ്യത്തെ കുറെ നാൾ നമ്മളോട് നിൽക്കുന്നത്? ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറട്ടെ, എൻ്റെ അടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് എക്സാമ്പിൾ പറഞ്ഞതാ, ഞങ്ങൾ റിലേഷനായി കുറച്ച് കഴിയുമ്പോഴായിരിക്കും എൻ്റെ സ്വഭാവം എന്താണെന്നും പുള്ളിയുടെ സ്വഭാവം എന്താണെന്നും ഞാൻ അറിയുന്നത്. എങ്ങനെയുണ്ട് മാങ്ങ അണ്ടിയോടെ അടുക്കുമ്പോ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറയില്ലേ? അതെല്ലാ കാര്യത്തിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങനെ ഞാൻ അറിഞ്ഞു തുടങ്ങി. അത്ര പുളിയില്ല, അതുകൊണ്ടാണ് എന്നെ വിളിച്ചോണ്ടിരിക്കണത് അല്ലേ. ഒത്തിരി പുളി കൊണ്ട് ഇട്ടിട്ട് പോയാൽ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി, മനസ്സിലായി. അതായത് ഒരുപാട് പേര് ചോദിച്ചു, ശരിയാണ് ഏഞ്ചല് ചോദിച്ചു, എങ്ങനെ ഇത്ര പൊട്ടന്മാർക്ക് കറക്റ്റായിട്ട് പെണ്ണുങ്ങൾ വീഴുന്നു? നിന്റെ കേസല്ല, നീ ഇതിലില്ല. അങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെൺപിള്ളേർ ആ ഒരു ഫോട്ടോയുടെ അടിയിൽ വന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ കല്യാണം കഴിച്ച് കുറച്ചാൾ ജീവിച്ച് കഴിയുമ്പോഴാണ് അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയുന്നത്. ചിലപ്പോൾ അവൻ മോശമായിരിക്കത്തില്ല, അവന്റെ തള്ളയോ തന്തയോ ഒക്കെ ആയിരിക്കും. അത് എന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. എന്റെ അവിടുത്തെ ഏറ്റവും വലിയൊരു എന്റെ പൂതന എന്ന് പറഞ്ഞ എന്റെ അമ്മായിയമ്മയായിരുന്നു. അമ്മായിയമ്മ ഇന്റർവ്യൂ കാണണോ? അവര് തുമ്മി ഇരിക്കുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ട് തുടർന്ന് അന്ന് തൊട്ട് അവര് തുമ്മാൻ തുടങ്ങിയത്, ഇതുവരെയ്ക്കും നിർത്തിയിട്ടില്ല. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡായിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പോലും പറയാം, എനിക്ക് അങ്ങനെ ഒരു ശത്രുത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കേസ് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പറ്റിപ്പോയത് അമ്മയുടെ വാക്ക്, അമ്മ വേണം. പക്ഷേ നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ കൊച്ചിനെ നോക്കണ്ടേ, ഇത് അമ്മയാണ്. ഒരു വീട്ടില് 3 മരുമക്കൾ ഒളിച്ചോടിയെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? 3 മരുമക്കൾക്ക് അവിഹിതം ഉള്ളത് കൊണ്ടായിരിക്കുമോ? ആണോ? പറയൂ. അല്ല, ഇത് ഇന്റർവ്യൂ ആണ്, ഡിബേറ്റ് അല്ല. അല്ലല്ല, നോർമലി പറയുന്നത് ഇപ്പോഴും വരാറുണ്ട് കമന്റ്സ് ഫേക്ക് ചെയ്യുന്ന, 2ാമത്തെ അവിഹിതം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു വീട്ടിൽ 3 ഏത് കുടുംബത്തിലാണ് 2 ആൺമക്കൾക്ക് വീതം 2 ഭാര്യമാർ വീതം വരുന്നത്? അല്ലെ, അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. വരുന്ന പെൺപിള്ളേർക്ക് ആയിരിക്കത്തില്ല, ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരിക്കും. ആ ഒരു കുഴപ്പമാണ് ഞങ്ങളുടെ അമ്മായിമ്മയുടെ ഫാദറിനോടെ കേസ് പറയുകയാണെങ്കിൽ അമ്മ എന്ത് പറയണോ അതിങ്ങനെ പാവടെ പിടിച്ച് നടക്കുന്ന ഒരു അമ്മായിപ്പൻ തന്നെയാണ്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. കാരണം ഞങ്ങൾ 3 മരുമക്കൾ സെയിം കാര്യം പറയുന്നത്. ഇതൊക്കെ അമ്മ കാണും, ചേട്ടന്റെ അമ്മയെ കാണാറുണ്ട്. അയ്യോ അമ്മ പാവം, അയ്യോ ആ അമ്മേനൊക്കെ നേരത്തെ കിട്ടിയുണ്ടല്ലോ, ഇതിനൊക്കെ നേരത്തെ പരിചയപ്പെട്ടെങ്കിൽ അതിന്റെ അടുത്തൊന്നും പോയി എന്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഇതാകത്തില്ലായിരുന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പം ചേച്ചി ഈ
പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഞാൻ അതെ, അതുപോലെ എൻ്റെ ഒരു അടുത്ത് അങ്ങനെ പറയാറില്ല. ഞാൻ അതുപോലത്തെ ഒരാളല്ല എന്നൊക്കെ പറയാറുണ്ട്. അയ്യ അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്യാറില്ല. പോലും ചെയ്യാറില്ല. അതിനെക്കുറിച്ച് പാസ്റ്റിന്റെ കാര്യം ഒന്നും ചേട്ടൻ പക്ഷെ സംസാരിക്കില്ല. ചാച്ചിനെ എന്താ പറയുമോ, എടാ ഒരാളെ ഒന്ന് തെറി വിളിച്ചു, കമന്റ് ഇട്ടു, അത് പറയും. അങ്ങനെയൊക്കെ ഞാൻ പറയാ ഒന്നേ അതവിടെ കിടന്നോട്ടെ, അല്ലെ ബ്ലോക്ക് ചെയ്യും, അല്ലെ ഡിലീറ്റ് ചെയ്തേക്ക് ഉള്ളൂ. ചേച്ചി പറഞ്ഞല്ലോ ഈ ചേട്ടനെ നേരത്തെ കണ്ടിരുന്നെങ്കിലെന്ന്. അപ്പൊ ചിലവ് അങ്ങനെയാണ്, ഒരു കാര്യം പോകുമ്പോൾ നല്ല കാര്യം നമുക്ക് പിന്നെ ഒരു ടൈം എടുക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലർ വെയിറ്റ് ചെയ്യണം, നമ്മളൊന്നും ചാടിക്കേറുകയൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറയും. വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ലത് വരും, അങ്ങനത്തെ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഇപ്പൊ എന്റെ എക്സ് ഹസ്ബൻഡ് പ്രസന്റ് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരുടെ സെക്കൻഡ് മാരേജാ. അപ്പൊ എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം ചേർത്ത് നിർത്താൻ കാരണം പുള്ളിക്കാരി എന്റെ സെക്കൻഡ് മാരേജിനെ പറ്റിയെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും രണ്ടാമതൊരു മാരേജിൽ ഞാൻ രണ്ടാമത്തെ മാരേജ് സെക്കൻഡ് മാരേജ് ആണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പൊ സെക്കൻഡ് മാരേജ് തകരുമ്പോ നമുക്കത് ഒരിക്കലും ആണിനോടുള്ളൊരു വിശ്വാസമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് പ്രഗ്നന്റ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ടൈം, ഈ ഒരു ടൈം നമുക്ക് വേണ്ട ഒരു കെയറും കാര്യങ്ങളും ഉണ്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മൂഡ് സ്വിങ്സ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പക്ഷേ കാര്യമുണ്ട്, കൂടെ ഉണ്ടായിട്ട് വലിയ ഗുണമൊന്നുമില്ല. എനിക്കും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു കൂടെ ഉണ്ടായിട്ട്, മനസ്സിലായോ? അതിലെ കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഹസ്ബൻഡ്സ് ഉള്ളവർക്ക് പോലും പ്രസൻസ് കിട്ടാറില്ല, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ സംഭവമുണ്ട്. പഠിച്ചോളും വൈകാതെ. ഞാൻ ഇതുപോലെ എടുത്തു ചാടി നേരത്തെ കല്യാണം കഴിക്കാൻ. എടുത്തു ചാടിയോ? നേരത്തെ കല്യാണം കഴിക്കാൻ റിലേഷൻസ് ഉണ്ട്. പക്ഷെ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 22. റിലേഷൻസോ? സോറി, അയ്യോ അത് കട്ടിയുടെ റിലേഷൻ മാറിപ്പോ വന്നത്. അയ്യോ റിലേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ചാടിക്കേറി നമ്മളെല്ലാം നോക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ പറയും. അല്ല, എന്താണ് ചാടിക്കേറി കല്യാണം കഴിച്ചെന്ന് ഏഞ്ചൽ ഉദ്ദേശിച്ചത്? എനിക്ക് ചാടിക്കേറി കല്യാണം കഴിക്കുമ്പോൾ ഒത്തിരി കൊച്ചു പിള്ളേരൊക്കെ, അതായത് 20-19 ഏജിലൊക്കെ കല്യാണം കഴിച്ചിട്ട് പ്രസവിച്ചിട്ട് ഞാൻ ഒത്തിരി അങ്ങനെ കാര്യം കേട്ടിട്ടുണ്ട്. കൊച്ചിനെ വെച്ചിട്ട് പിന്നെ അവൻ വേറെ എടുത്ത് പോവുക, അങ്ങനത്തെ ഒത്തിരി. ഇപ്പൊ എനിക്ക് തോന്നിയത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സമയമായിട്ട് നമ്മൾ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലാതെ എല്ലാ ഗേൾസും അതിപ്പം എല്ലാരും പറഞ്ഞ കാര്യമാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. എന്നെ വീട്ടിലിപ്പം അമ്മൂമ്മയൊക്കെ പറയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. അവിടുത്തെ ഉള്ളവരൊക്കെ പെട്ടെന്ന് തമിഴ്നാട് ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് കല്യാണം കഴിക്കും. അതെ, എനിക്ക് താല്പര്യം ഇല്ല, കുറച്ച് ടൈം എടുക്കട്ടെ. കാരണം എനിക്ക് ടെൻഷൻ ചിലപ്പോ പണ്ടേ ഇല്ല, ഓവർ തിങ്ക് ഒക്കെ ഉള്ളൊരു പേഴ്സൺ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ടൈം അല്ല, വെറുതെ ഇപ്പോഴെന്തിനാ പ്രശ്നങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നു വിചാരിക്കും ഞാൻ. പക്ഷെ ടൈം എടുത്ത്, അത് ചെറിയ ഏജ് ആണേലും വലിയ ഏജ് ആണേലും മെയിൻ കാര്യം എന്താ വേണ്ടെന്ന് അറിയുമോ? ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിരിക്കണം. അതിപ്പോ ചെറിയ ഏജിൽ കല്യാണം കഴിച്ചാലും വലിയ ഏജ് കല്യാണം കഴിച്ച് ജോലി ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? എങ്ങോട്ട് പോകും? അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് ആൾക്ക് ആർക്കും മിക്കവർക്കും ഒരു 80% ആണായാലും പെണ്ണായാലും ഒന്നിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റത്തില്ല. പല റിലേഷൻഷിപ്പിലും പോവാ. ഓരോ റിലേഷൻഷിപ്പിലും ഓരോ പേരും അവരിട്ടുണ്ട്. ബെസ്റ്റ് ആയിരിക്കും, ബെസ്റ്റി ഒക്കെ പോയി. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ്, ഞാൻ 2K. സോറി, ഞങ്ങൾ 2K അല്ല, ഞങ്ങൾ 90 കിഡ്സാ. അല്ല, ഞാൻ കേട്ടിട്ടുള്ള എനിക്കറിയത്തില്ല കേട്ടോ. സിറ്റുവേഷൻഷിപ്പ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. സിറ്റുവേഷന്റെ ഒപ്പം കൂടുന്ന ആൾക്കാരായിരിക്കും, സിറ്റുവേഷൻ നോക്കിയിട്ട് കയറുന്ന ആൾക്കാരായിരിക്കും. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അർത്ഥം വെച്ച് ചോദിക്കണം. അപ്പൊ അങ്ങനത്തെ അതിലാണ് ആൾക്കാർ ഒന്നില്ലെങ്കിൽ ലിവിങ് ടുഗദർ. പക്ഷെ എന്റെ അടുത്ത് ഒരാൾ നമ്മൾ ലിവിങ് ടുഗദർ ചെയ്യണം, ലിവിങ് ടുഗദർ നിന്നാൽ നമുക്ക് ആളുടെ ക്യാരക്ടർ എങ്ങനെയൊന്നും മനസ്സിലാവത്തുള്ളൂ എന്നും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ അത് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങൾ. എന്റെ സ്വഭാവമായിരിക്കില്ല ഏഞ്ചലിന്റെ ഒരു തിങ്കിങ് ആയിരിക്കത്തില്ല ഇവിടെ. അപ്പൊ ഓരോരുത്തരൊരു പ്രൈവസി. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാരും ഒന്നില് ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പോലും സൈഡിൽ കൂടെ ഒരു കണക്ഷൻ കാണും എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ 80%, ബാക്കി 20% ഞങ്ങളുണ്ട്. നിങ്ങളുണ്ട്. ബാക്കി ഇപ്പൊ 80% വെച്ചിട്ട് ഹസ്ബൻഡ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. അത് മനസ്സിലായോ? അത് 1-2 അല്ല, അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മള് വിശ്വസിക്കുന്നോണ്ടാണോ? അത് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്ക് അറിയത്തില്ല. കാരണം ഓരോരുത്തരുടെ ഒരു എന്താ പറയാ, ഓരോരുത്തര് കല്യാണം കഴിഞ്ഞിട്ടും കല്യാണത്തിന് മുമ്പ് ഉള്ളവരുണ്ട്. എന്നാ ഒരു ടിപ്പ് പറഞ്ഞു. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നവരും റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ കാമുകന് ഒരു സൈഡ് ചിക്കോ 3-4 ചിക്കോ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. എനിക്കറിയില്ല. ഞാൻ എന്റെ കൂടെ ഫുൾ ടൈം കൂടെ ആ പെട്ടിപ്പുറത്തുണ്ട്. അതുകൊണ്ട് പിന്നെ ഫുൾ ടൈം കൂടെ ഉണ്ടായിട്ട് സൈഡിലും ഉണ്ടാവുന്ന റിലേഷൻഷിപ്സും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെ ആയിരിക്കും. കള്ളത്തരം ഒളിപ്പിക്കാൻ അറിയാവുന്നവരാണെങ്കിലും പെണ്ണും ആണും ഉദ്ദേശിച്ചത് രണ്ടുപേർക്കും. പക്ഷെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ എപ്പോഴായാലും പിന്നെ അവഹിതം പിടിച്ചു കഴിഞ്ഞാൽ മറ്റു ഉണക്കമീൻ പോലെ ആയിരിക്കും, എപ്പോഴേലും നാറും. ഉള്ള ഈശ്വരോ എപ്പോഴേലും നാറും.
നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ ആളല്ല, എനിക്ക് അറിയത്തുമില്ല. ഇപ്പൊ ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യം വന്ന് നമുക്ക് ഒത്തിരി ഡിപ്രഷൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നായാലും ഒരു കുത്തു വാക്കുകളൊക്കെ അതിൽ ഏറ്റവും കുത്തുവാക്കുകൾ നിറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞത്? അങ്ങനെ ഓർത്ത് പറയാൻ പറ്റിയിട്ടൊന്നുമില്ല, കാരണം ഒരുപാടുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു ഇപ്പൊ അങ്ങനെയില്ല. ഇതിന് മുമ്പ് ഈ സാധനം ഇടുന്നതിന് അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഒരു ബസ്സുകാരനെ കണ്ടിട്ടല്ലേ നിന്റെ കെട്ടിയോൻ ഇട്ടിട്ട് പോയത്, അതുണ്ടായിരുന്നു. ശരിക്കും കൊച്ചവന്റെ അല്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നേന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ ഒരിത്. പിന്നെ കൊച്ചി ഇവന്റെ ആന്ന് പറഞ്ഞവരുണ്ട്. ഇതായിട്ട് ഒരു സാമ്യം പോലെ എന്റെ കൊച്ച്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേന്നുള്ളൊരിത് ഇങ്ങനെ തോന്നുന്നുണ്ട്. കൊച്ചു വലുതാകുന്ന സമയത്ത് ഇനി ഒരു സമയത്ത് ഒരു യൂട്യൂബ് എടുക്കുക. ഇപ്പം ചേച്ചിയുടെ പേരിൽ ഒത്തിരി ആൾക്കാർ റിയാക്ഷൻ വേണ്ടിയിട്ടുണ്ട്. യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോ മോൻ ഇതിങ്ങനെ കാണും. അപ്പൊ അതിനു മുമ്പ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ ഇങ്ങനെ ഒരു സംഭവം? മനസ്സിലാക്കി ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നല്ല, ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വളർത്താൻ. കാരണം എന്തിനാ ഹൈഡ് ചെയ്യുന്നത്, നാളെ ഒരിക്കലും കാണും. ഉറപ്പായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിന്റെ ഫാദർ ഒരു ഇതായിരുന്നു, ഒരു വേൾഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ ഒരു അമ്മയാണ്, അപ്പൊ ഒരു മോനെ വളർത്തുന്ന സമയത്ത് ഇനി വരുന്നത് ജനറേഷനാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മളൊരു പെണ്ണിനെയും മനസ്സുകൊണ്ട് പോലും ചീറ്റ് ചെയ്യാൻ പാടില്ല. അയ്യോ, എന്റെ മോൻ വലുതായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരിക്കും പോലും വിചാരിക്കുന്ന ഒരു കേസായിരുന്നു. ഇപ്പൊ മോനായാലും മോളായാലും ഗോൾഡിന്റെ ഒരു കേസ്. കാരണം എനിക്ക് ഗോൾഡിന്റെ പ്രശ്നം ഒരുപാട് വന്നിട്ടുണ്ട്. ഗോൾഡ് മീൻസ് സ്ത്രീധനത്തിന്റെ ഒരു ഇതില്. അപ്പൊ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന കേസാ. കൊച്ചു വലുതാവുന്ന ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സ്ത്രീധനം നല്ല ഗോൾഡ് 1 രൂപ ഒന്നും തന്നെ വേണ്ട. കാരണം എനിക്ക് അവിടെ കിട്ടിയ ഒരു ഇതുണ്ട്, ഒരു ട്രീറ്റ് ഉണ്ട്. ആ ഒരു സമയം വിചാരിക്കും. പിന്നെ ഞാൻ ഒന്നാമത്തെ കേസ് ഇപ്പൊ തന്നെ പറയും, അപ്പനെ പോലെയാണ് മോനെ. കൊച്ചിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ അറിയാം, എന്നെ അച്ഛൻ കാട്ടുകോഴിക്കുണ്ടായ ഏതൊരു കോഴിക്കുഞ്ഞാ. അപ്പോ മമ്മി ഇങ്ങനെ പറയും, അവന് വലുതാകുമ്പോ കുറെ ഗേൾസ് ഒക്കെ വരും, ഇല്ല അവരങ്ങോട്ട് പോവും. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ പുതിയ ജനറേഷൻ എങ്ങനെയാണ്, നമുക്ക് പാരന്റിങ് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് എന്താ പറയാ, നമ്മളെപ്പോഴും കൂടെ ഇല്ല, നമുക്ക് അറിയത്തില്ല. പല ടൈപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. നമുക്കതിപ്പോ അപ്പോഴത്തെ കേസല്ലേ, ഇപ്പൊ അതിനെപ്പറ്റി ബോധമായിട്ടാവുന്നില്ല. പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ ലൈഫ് എന്താ ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ ഞാനാണ് വളർത്തിയത്, അപ്പൊ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ഡിവോഴ്സ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ മെസ്സേജ്, എന്റെ പൊന്നോ ഞാൻ LLB എടുക്കണോന്ന് വിചാരിച്ചു. അത്രയ്ക്കുണ്ടായിരുന്നു. ഇപ്പൊ പോലും എന്റെ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചേച്ചി നമ്പർ തരാമോ, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഉപദ്രവിക്കണം, അങ്ങനെ ഞാൻ പറയുന്ന പൊന്നു മോളെ, എന്റെ കേസ് തന്നെ ഇപ്പൊ ഇവിടെ ഒരുപാട് കേസും കൂട്ടായിട്ട് നിൽക്കാം, ഞാൻ വേറെ ആളെ ഏക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ കുറച്ചൊക്കെ ഞാൻ നമ്മളോട് പറയുമ്പോ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് പറയുന്നല്ലേ. പിന്നെ ഞാൻ കാരണം ഇപ്പൊ ഡിവോഴ്സ് ആകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പെണ്ണുങ്ങളുടെ കേസാണ്. പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നാണ്. ഇപ്പൊ ഈ സംഭവം ആണും പെണ്ണും ചീറ്റ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ മാരേജ് അവർക്കാണ് കൂടുതൽ. അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രണ്ടും കണക്കാ. അങ്ങനെ നമുക്ക് അറിയാത്തതിനെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും എത്ര ഗേൾസ് ചീറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഗേൾസ് മാരേജ് കഴിഞ്ഞ് ചീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ രണ്ടും. പക്ഷെ കൂടുതലും ന്യൂസ് പുറത്തോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ബോയ്സ് റിയാക്ട് ചെയ്യാത്തോണ്ടായിരിക്കാം. മേ ബി ബോയ്സ് റിയാക്ട് ചെയ്യണല്ലോ. ബോയ്സ് റിയാക്ട് ചെയ്യുന്നില്ല. ഗേൾസിനെ കുറിച്ച് ഒരു അപവാദം എന്തെങ്കിലും പറഞ്ഞാൽ അവര് റിയാക്ട് ചെയ്യും. പിന്നെ അതുമല്ല അധികം നോക്കണ പറയട്ടെ, ഗേൾസ് റിയാക്ട് ചെയ്യും, ബോയ്സ് ആണ് റിയാക്ട് ചെയ്യില്ല. പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് കൂടുതലും ഗേൾസ് ആണ് ബോയ്സിനെ കുറിച്ച് ഇത് പറയണത്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ബോയ്സ് ഒരു നന്മയുള്ള മനസ്സാണോ? അതായത് പെണ്ണ് ഇപ്പൊ ചീറ്റ് ചെയ്ത് പോയാലും അവളെ പറ്റി മോശമായിട്ട് പറയോ, മോശമായിട്ടൊന്നും പുറത്തോട്ട് പറയാൻ കാര്യം വിചാരിച്ചിട്ട് വേണം പറയാനായിട്ട്. അല്ല, ആണുങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ എല്ലാവരുടെയും കേസല്ല പറഞ്ഞത്, കുറച്ച് ആൾക്കാര്. ചേട്ടൻ എക്സ് ഉണ്ടായിരുന്നില്ലേ? അല്ലല്ല, എന്റെ എക്സിന് വരും വൈശാഖ്, എക്സിന് വരും അശ്വതി. ഒട്ടും ചേരാത്ത കാര്യം, ചേരാത്ത കാര്യം അത്. അയ്യോ, അത് പോയപ്പോ ഒരു സമാധാനം. അപ്പം അത് പോയ സമയത്ത് പുള്ളിക്കാരെ വെച്ച് എന്തെങ്കിലും കുറ്റമൊക്കെ ഒരു കുഴപ്പമില്ല. അതല്ല, ഞാനത് അവിടെ ഇങ്ങനെ നിർത്തി എല്ലാം കഴിഞ്ഞപ്പോ ഞാനന്ന് വണ്ടി ഓടിക്കുക, ടോറസ് ഓടിക്കാൻ സമയത്ത് ഞാൻ അവിടെ എല്ലാവർക്കും ബീർ മേടിച്ചു കൊടുത്തു. എന്താ എല്ലാവരും ബീർ മേടിച്ചു ആഘോഷിക്കുവോ, ആർവാദിക്കുവോ. പുള്ളിക്കാർ തിരിച്ചു വന്നു, കല്യാണം കഴിഞ്ഞ് അതും ഡിവോഴ്സ് ആയിട്ട്. ആ സമയത്താണ് എന്റെ എൻട്രി. ഡിവോഴ്സും കാര്യങ്ങളും തിരിച്ചു വന്നു. ചേട്ടൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, ഹായ് ചേച്ചി എന്നെ അറിയാമോ? ഇല്ല, വൈശാഖ് കെട്ടമ്മോണ പെണ്ണ. പിന്നെയാണ് മനസ്സിലായി എനിക്ക് കൊച്ചുണ്ട്. അപ്പൊ അവൾക്ക് നല്ല വിഷമമായി കാണും. എനിക്ക് കൊച്ചില്ലാതെ ഞാൻ തിരിച്ചു വന്നു. അവൻ കൊച്ചുള്ളതിനെ ഏറ്റെടുത്തു.
ഇത് വേറെ യൂണിവേഴ്സ് ആണല്ലോ. ഒരു പേജ് അങ്ങ് തുടങ്ങി അങ്ങോട്ട്. ഇതിന്റെ പേരിൽ ഒരു പേജ് അങ്ങ് തുടങ്ങിയിട്ട് അങ്ങ് ഒരു റീൽസ് ഒക്കെ ഇടും. ഇനി പറ്റില്ല. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ഒത്തിരി ആൾക്കാർ ഇട്ടു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അമ്മയുടെ പേജിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അത് ഇന്നാട്ടോ അറിഞ്ഞത്. ഇന്നാ ഞങ്ങൾ അറിയണത്. നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. ഒരുപാട് നമ്മൾ പറയും ഫേസ്ബുക്കിൽ അമ്മമാർ നമ്മളെ സദാചാരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ, പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, ചേട്ടന്മാരാണെങ്കിലും. എന്താ അമ്മയുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു? അതായത് ഞാനൊരു ഓൺ വോയിസ് ചെയ്തായിരുന്നു. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഫസ്റ്റ് മാരേജിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. പുള്ളി ഒരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കാണുന്നൊരു നെഗറ്റീവ് പറയും എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ കണ്ടവന്റെ അധ്വാനം എടുത്ത് പൊക്കണു എന്ന് പറഞ്ഞിട്ട് ഒരു കുറെ ഒരു അതായിരുന്നു മെയിൻ ആയിട്ട്. അതാണ് എപ്പോഴും വരുന്ന ഇപ്പോഴും വരുന്നുണ്ട്. അതായത് മറ്റവന്റെ ട്രോഫി എടുത്തോണ്ട് നടക്കുന്നു, നാണമില്ലേ അധ്വാനിച്ചുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ്. അത് കളഞ്ഞായിരുന്നു തോന്നുന്നില്ല അവര്. അത് മാത്രല്ല, അധ്വാനിക്കാൻ കഴിവുണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനെ നോക്കണ്ടേ? അല്ലേ? ഇപ്പൊ നമുക്ക് എന്റെ ഉണ്ടാക്കി വിത്ത് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ചന്തയാവില്ല ഇന്റർവ്യൂ ആണ്. നമ്മുടെ റീൽസ് നമ്മൾ ഇറക്കരുത്. അല്ല, ഫേസ് ചെയ്ത കാര്യങ്ങളാണ് മനസ്സിലാവും. സിംഗിൾ പാരന്റിങ്ങിന്റെ ഒരു ഇപ്പം പറയാം, സിംഗിൾ പാരന്റ് ആയിട്ട് ഒരു കുട്ടിയെ നോക്കിയാൽ എന്താന്ന് ചോദിക്കും. പക്ഷെ എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ റിയൽ ആയിട്ട് പൈസയുടെ കാര്യമൊന്നുമല്ല. ഇപ്പൊ നമുക്ക് എത്ര സാമ്പത്തികം ഉള്ളതാണോ ഇല്ലെങ്കിലും പൈസയുടെ പ്രശ്നമല്ല കൊച്ചിന് നോക്കുന്നത്. നമ്മളാ ഇതേപോലെ എന്റെ അടുത്ത് അവിടെ തന്നെ ആൾക്കാർ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടാട്ടോ നമ്മളെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യും. അതൊക്കെ നമ്മൾ പരിചയമുള്ളവർ ഇവരെന്താ നമ്മൾ ഒരു ശരിക്കും ഇഷ്ടമുണ്ടായി, പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. അവര് വേറൊരു രീതിയിൽ അപ്രോച്ച് യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ അങ്ങനെ പോകാറുമില്ല. ഒരു കടയിലായിരുന്നു ഞാൻ. പിന്നെ പുള്ളിയുടെ അപ്പത്തന്നെ പറഞ്ഞു, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇഷ്ടമുണ്ടെന്ന്. ഒരാ കടയിൽ കയറണ്ടെന്ന് പറഞ്ഞു. അല്ല, പുള്ളിക്ക് പിന്നെ കടയിൽ കയറണ്ടേ? ഞാൻ കയറാറില്ല, നോക്കാറില്ല. നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് പോലെ. സൈലന്റ് ആണെങ്കിൽ കലിപ്പനാണെന്ന് ചേട്ടായി. എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ആരെങ്കിലും വല്ല മോശമായിട്ട് പറയുമ്പോഴോ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ? ഇത് വായില് കോഴിട്ട് കിള്ളിയാലും മിണ്ടത്തില്ല. ഞാൻ ഇങ്ങനത്തെ കേസൊന്നും ഞാൻ പിടിക്കാറില്ല. ഇങ്ങനത്തെ വള്ളി കേസൊന്നും. വണ്ടിയിൽ മാത്രം ഗർജിക്കുന്ന സിംഹം, ബാക്കി എല്ലായിടത്തും. ഇപ്പൊ വണ്ടിയിലൊക്കെ പോകുമ്പോ പെൺപിള്ളേരൊക്കെ വന്ന് ഹായ് ചേട്ടാ ഭയങ്കര ഫാനാണ്. ഇടയ്ക്ക് ഒരു +2 പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ വന്ന് ഇഷ്ടം. ഇപ്പൊ അതുപോലെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇഷ്ടമാണോ? അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് ആർക്കും പറയാനുള്ള അവസരം കിട്ടാറില്ല. കാണുമ്പോ ചിരിച്ചു കാണിക്കും, ഇങ്ങനെ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും കൂടെ ഉണ്ടെന്ന്? പുള്ളി ബസ് ഓടിക്കുന്ന എല്ലാ ലൊക്കേഷനിലും പോവാറുണ്ടോ? ഒരു ചാലുണ്ടാവും, ഒരു ട്രിപ്പ് ഉണ്ടാവും. ആ ട്രിപ്പിലെല്ലാം പോവും. അല്ല, ഇപ്പൊ നമ്മള് രാവിലെ തൊടുപുഴയിൽ നിന്ന് വരുമ്പോ മൂവാറ്റുപുഴയിൽ നിന്ന് മാറി കയറും. ഞാൻ പാലുവണ്ടി ഓടിക്കണേ. അപ്പൊ ആലുവയ്ക്ക് വരും. അവിടെ നിന്ന് മെട്രോ കയറി ഇങ്ങോട്ട് വരും. അങ്ങനെയല്ല, ഞാൻ അവിടെ പഠിക്കുന്ന എറണാകുളത്താണ്. അപ്പൊ വീടിന്റെ അവിടെ തൊടുപുഴയ്ക്ക് വണ്ടി കയറും. അടുത്ത ഇതാണ്, വീടിന്റെ അവിടെ തൊടുപുഴയ്ക്ക് വണ്ടി കയറും. തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് കയറും. മൂവാറ്റുപുഴയിൽ നിന്ന് ഇവന്റെ വണ്ടി കയറും. ഇവന്റെ വണ്ടിയിൽ നിന്ന് ആലുവയിൽ വന്നിട്ട് മെട്രോയ്ക്ക് കലൂരിൽ വരും. ട്രൂലപ്പ് തന്നെ. കൂടുതലാണുള്ളൂ. എനിക്കെല്ലാം കൺഫ്യൂഷൻ കുട്ടി പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി അപ്പൊ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ എന്തുവാ? അപ്പം മാരേജ് സെറ്റിൽ ആവണം? കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ളൂ. ബെസ്റ്റ് ഡ്രൈവർ ആണെന്നുള്ള ഒരു സംഭവം ആൾക്കാർക്ക് ഭയങ്കര ഒരു മൈൻഡിൽ തരും. ബെസ്റ്റ് ഡ്രൈവർ അല്ലേ, അവനൊരു ബെസ്റ്റ് ഡ്രൈവർ, അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ടോ? ബെസ്റ്റ് ഡ്രൈവറിനെ പ്രേമിച്ചു, അതൊക്കെ എപ്പോഴും ഉള്ള കേസ്. അത് എത്ര നല്ലത് കാണിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും ഈ ഡയലോഗ്. അതെന്ത് ബെസ്റ്റ് ഡ്രൈവർക്ക് ഒരു പ്രശ്നം? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. പെൺപിള്ളേരായിട്ട് KSRTC ബസ് ആണെങ്കിൽ ഓഹോ, അങ്ങനെ ചുള്ളന്മാരുണ്ട് കേട്ടോ. സ്വിഫ്റ്റ് ബസ് ഒക്കെ ഓടിക്കുന്ന ചുള്ളന്മാരൊക്കെ. KSRTC ബസ് ആണെങ്കിൽ ഓഹോ, പ്രൈവറ്റ് ബസ് ആണെങ്കിൽ KSRTC ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ അതിനുശേഷം KSRTC കയറിയിട്ടില്ല. KSRTC അതിനെക്കാട്ടി പ്രൈവറ്റ് ബസ് കൊള്ളാം സത്യം. ഞാൻ എൻ്റെ പേഴ്സണൽ, ഞാനിപ്പോൾ ഇവിടുന്ന് വൈകിട്ട് പോകുമ്പോൾ കലൂരിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിലോട്ടാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലുള്ള ചേട്ടന്മാര് കിളികളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പണ്ട് വിചാരിച്ചത് ചെറുമാര് കോഴികളായിരിക്കും എന്ന് വിചാരിച്ചു. സീരിയസ്ലി കോഴികളാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ നമുക്കൊരു പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ അവർ നമ്മൾ ആ രീതിയിൽ പറയും. പിന്നെ സ്റ്റോപ്പ് ആണെങ്കിൽ നമ്മളടുത്ത് പറയും ഇവിടെ എത്തിയെന്ന്. പക്ഷെ KSRTC ആണെങ്കിൽ നമ്മൾ എന്തോ ആ ബസ് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് അവരുടെ റിയാക്ഷൻ. ആ ബസ്സിലൊരു ഇൻസിഡന്റ് നടന്നിട്ടുള്ള ആ ഒരു കണ്ടക്ടർ റിയാക്ട് ചെയ്തിട്ടില്ല, ഞാൻ മാത്രം റിയാക്ട് ചെയ്തിട്ടുള്ളൂ. KSRTC ബസ്സിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. ഇങ്ങനെ നല്ല കൊടുക്കും, നല്ല തല്ലിട്ട്. അതാണ് ഈ പ്രൈവറ്റ് ബസ്സിൽ ഒരു അല്ല എപ്പോഴും ആൾക്കാരുണ്ട്. KSRTC ഒരു പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പറയത്തില്ല. അല്ലെ ഇവക്കായിട്ടല്ല കേട്ടോ, ഇവക്കായിട്ടില്ല, ഇവളാ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ.
എന്നിട്ട് ഇവക്ക് പറ്റിയതല്ല. അപ്പൊ ഇനി മറ്റേ പുള്ളിക്കാരിയോട്ട് ഇനി എന്തെങ്കിലും ഓൺ വോയിസ് വീഡിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇത് ഞങ്ങൾക്ക് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ കമന്റ് കണ്ടു. റീച്ചിന് വേണ്ടിയിട്ടാണോ മറ്റേ പുള്ളിക്കാരി എടുത്ത് ഇൻവോൾവ് ആക്കിക്കുന്നതെന്നും ഒരു കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇത് ആൾക്കാരിൽ എന്താണ് ഒരു ഫുൾ കാര്യം ഒന്ന് എത്തിക്കുന്ന ഒരു സംഭവം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഹസ്ബൻഡിന്റെ സെക്കൻഡ് ഭാര്യ പുള്ളിക്കാരി എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഭാര്യയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും ചെയ്യണോ? ആരെങ്കിലും ചെയ്യോ? ഫസ്റ്റ് ഭാര്യയുടെ അടുത്ത് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറി നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ എന്തിനാന്ന് ആൾക്കാർ ചിന്തിക്കും. അതെന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല. ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്, ഞാൻ അങ്ങോട്ട് ചെന്ന എല്ലാവരുടെ ലൈഫിൽ ഒരു കാര്യത്തിൽ ഇടപെടാറുമില്ല. എൻ്റെ അടുത്തേക്ക് ഇനി അവൻ കല്യാണം കഴിച്ച മൂന്നാമത്തെ വൈഫ് ഉറപ്പായിട്ടും ഇവന്റെ സ്വഭാവം വെച്ച് ഉറപ്പായിട്ടും ആ മൂന്നാമത്തെ വൈഫും ആ കുട്ടിയെ തപ്പി വരും. അതായത് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനായിട്ട് പോകും. എത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ല. ആരും വന്നാലും ഞങ്ങളൊരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് റീൽസ് ഒക്കെ ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ലേ? ഇപ്പം സമൂഹത്തിന് അത്യാവശ്യം ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഫേസ് വെക്കണ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്താലും ഒരു ഫേസ് അങ്ങനെ വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കണേ. ഫേസ് വെക്കണ്ട അത് ഞാൻ അത് വേറെ എന്തെങ്കിലും ഇതൊക്കെ ആവും. പക്ഷെ നമ്മുടെ ഇപ്പൊ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് തെളിവ് പോയി. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സൈബർ ക്രൈമുമായിട്ട് അങ്ങനെ അനുഭവിച്ചു. എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ഒന്ന് കൊച്ചുണ്ടായത്. രണ്ടാമത്തെ സന്തോഷം എന്റെ എക്സ് ഹസ്ബൻഡ് ഡിവോഴ്സ്ഡ് ആകാൻ പോണു. സന്തോഷിച്ച 2 വർഷത്തിന് ശേഷം എന്റെ സന്തോഷം. ഞാൻ കേക്ക് മേടിച്ച് മുറിച്ചു. എന്റെ മമ്മി അറിഞ്ഞപ്പോ എന്നെ വീട്ടിൽ ചെയ്ത് ചിക്കൻ ബിരിയാണി വെച്ചു. ഒരു പെണ്ണ് ലൈഫാ പോയത്. പക്ഷെ എന്റെ അടുത്ത് ചെയ്ത് എന്നെ തല്ലിയതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. ഉപദ്രവിച്ചൊന്നും അല്ലായിരുന്നു പ്രശ്നം. സ്വന്തം കുഞ്ഞിനെ തള്ളി പറഞ്ഞു അതെന്റെ കൊച്ചല്ലെന്ന്. എന്നിട്ട് ഇവന്റെ ഒരു ദിവസം വൈശാഖിനെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു വെള്ളം അടിച്ചിട്ട്, എടാ നിന്റെ അല്ലേടാ കൊച്ചെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് കട്ടപ്പന ഒരു കാറ്റിട്ടുണ്ടായതാ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ളൊരു കേസ് കൊച്ചിനെ തള്ളി. ഞാൻ പറ്റേ ഒരു ഹസ്ബൻഡ് വൈഫ് ഞാൻ ഇതേപോലെ കണ്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ പോക്കേസാന്ന് പറഞ്ഞാലും ഇല്ല എനിക്ക് വേറെ അഫയർ എന്ന് പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ സ്വന്തം കൊച്ചിനെ തള്ളി പറഞ്ഞ് ഏതെങ്കിലും അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അച്ഛന്മാരെ ഡിവോഴ്സില് കമന്റ്സിൽ കണ്ടതാ. എന്റെ ഭാര്യനെ കുഞ്ഞിനെ കാണിക്കുന്നില്ല ഒരു നോക്ക് കാണാൻ വേണ്ടിട്ടെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് അതെന്റെ കൊച്ചല്ല, തനി ഫോട്ടോ കോപ്പിയാ, അതെന്റെ കൊച്ചല്ലെന്ന് പറയുന്നത്. ഒരുപോലെ ഇരിക്കുന്നത് ഏഞ്ചില ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞതാണ്, ദൈവമായിട്ട് തന്ന ചായയാണ്. ചായ കറക്റ്റ് ആയിട്ട് നല്ല കടുപ്പത്തിലാണ്. എന്തായാലും അതേ ചായ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം പുള്ളിക്കാരുടെ ലൈഫിന്റെ കാര്യം ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം അതൊന്നും ആലോചിക്ക് സെക്കൻഡ് മാരേജ് ചെയ്തു, അതും പൊട്ടി പാളീസായി. ചേച്ചിക്ക് ഇപ്പൊ ഹീൽ ചെയ്യാനായിട്ട് പുള്ളിക്കാരനുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇപ്പം ആ ഒരു ഡിപ്രഷനിലോട്ട് ഇങ്ങനെ ഹീൽ ചെയ്യാൻ ഒരാണ് കൂടെ വേണമെന്നില്ല നമുക്ക്. മനസ്സിലായി? നമുക്ക് പുള്ളിക്കാരിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ട്. എന്നെ പോലെ തന്നെയാണ് പുള്ളിക്കാരിക്കും. അമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും അത് തെറ്റാണ്. ഒരു പെൺകുട്ടിക്ക് ഹീൽ ചെയ്യാനായിട്ട് ഒരാണ് വേണം, അങ്ങനെയല്ല. ആണ് വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ എത്ര ഫാമിലി ഉണ്ടെന്നില്ല, നമുക്കെന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ കൂടെ ഇപ്പൊ ഫ്രണ്ട് ആയിക്കോട്ടെ. അങ്ങനെയില്ല ഏഞ്ചലെ. ഫ്രണ്ട്സ് എപ്പോഴും കൂടെ നിൽക്കത്തില്ല. എനിക്ക് പറ്റിയ കേസാ. ഇപ്പൊ ഞാൻ പറട്ടെ, എന്റെ വിഷമം എന്താന്ന് എനിക്ക് എന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരത് കേട്ടിരിക്കും. അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. നമുക്ക് സ്വന്തപ്പെട്ട ഒരു ബ്ലഡ് റിലേഷൻ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിപ്പോ പുള്ളി ഞാൻ ഒരുപാട് ഹീലായതിനു ശേഷമാണ് പുള്ളിയെ പരിചയപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയത്. അപ്പൊ എങ്ങനെ ആ ടൈമിലൊക്കെ ഹീൽ ആയത്? ആ ഒരു സംഭവം ആ സമയത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് സംസാരിക്കും. നമുക്ക് നാട്ടുകാര് നമ്മളെ ചീത്ത പറയുമ്പോഴും അമ്മ അത് പോട്ടെ സാരില്ല. അപ്പ പറഞ്ഞ കേസുണ്ട്. ദൈവം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നാളെ ഒരിക്കലും അവൻ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യും. അവന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് മതി എനിക്ക്. പിന്നെ നാട്ടുകാർ മുഴുവൻ കണ്ട് ബോധ്യമായിട്ടുണ്ട്. അത് മതി. എനിക്ക് ചേട്ടനോട് ചോദിക്കാറുള്ളത് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് എങ്ങനെയായിരിക്കണം പോകുന്നത്? ഒരു റിലേഷൻ ഹാപ്പി ആയിട്ട് പ്രശ്നം ഉണ്ടാവാതെ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾ റിലേഷൻ ആയിട്ട് എത്ര നാളായി? 2 വർഷം പോകുന്നു. 2 മാസം 19 തീയതി. ചേട്ടൻ മറന്നു അടയേറ്റ് ചോദിക്കും. നവംബർ 19. ഓക്കെ. അപ്പോ ആ ഒരു നവംബർ 19. ഓക്കെ, സെറ്റ്. അപ്പോ നിങ്ങൾക്ക് ഈ റിലേഷൻ 2 വർഷമാവുന്നു. അപ്പൊ ഈ 2 വർഷത്തിന് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ എങ്ങനെ ഒരു ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും ലൈഫ്? പ്രശ്നങ്ങളൊന്നും വരാതെ എങ്ങനെ? പ്രശ്നങ്ങളൊക്കെ ഡെയിലി പ്രശ്നങ്ങൾ വരും. ഡെയിലി പ്രശ്നമുണ്ട്. ഒച്ചപ്പാടുണ്ടാവും, ബഹളമാണ്. അതൊക്കെ ഞാൻ ഫോൺ വരെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. അല്ലതൊന്നുമില്ലല്ലോ, ഫോൺ എറിഞ്ഞു പൊട്ടിക്കത്തില്ല. ഫോണിൽ കൂടെ ഫോണാ മേടിച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ.
അങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ എന്നാ വേറെ അത് 2 ദിവസത്തിനുള്ളിൽ 2 ദിവസമൊന്നും രണ്ടു ഇല്ല. ദിവസമൊന്നുമല്ല, ഒരു കുറച്ച് ഞാൻ കാലിൽ വെച്ച് കരയടാ, സോറിയടാ, ക്ഷമിക്കടാ, തെറ്റുപറ്റിപ്പോയതാന്ന് പറയുമ്പോ എന്നാ ഓക്കെ. ഇപ്പൊ അടുത്ത വഴക്ക് ഇപ്പൊ ഉടനെ വരും. അല്ല, നമ്മളൊരു ഹാപ്പി ലൈഫ് പോണമെങ്കിൽ എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു ടിപ്പ്? പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണം. അതെന്തായാലും കല്യാണം കഴിഞ്ഞാലേ നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു റിലേഷനിലൊക്കെ എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാവും. ചിലപ്പോൾ ഇവള് ചെയ്യണ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ ചെയ്യണ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാവും. ഹാപ്പി ലൈഫ് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാം? സോൾവ് ചെയ്ത് പോകണമെങ്കിൽ ചുമ്മാ എന്നാ പറയാ, ഈ കുത്തിയുള്ള ഇതുണ്ടല്ലോ, നിങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ, നിങ്ങൾ ആ പെണ്ണിനെ നോക്കിയോ? ഞാൻ പറയാ ഇപ്പോഴാണ് നിങ്ങൾ ആ പെൺകൊച്ചിനെ നോക്കിയോ? ഈ പെൺകൊച്ചിനെ നിങ്ങൾ നോക്കിയില്ലേ? അത് ഞാൻ പറയുന്ന പ്രശ്നം വണ്ടിയില് ആളെടുത്ത് പറയുന്നില്ല, വണ്ടിയിൽ ചില പെൺപിള്ളേര് വന്ന് ബാക്കിൽ നിൽക്കാറുണ്ട്, എനിക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ കൊണ്ട് ഡ്രീം ക്യാച്ചർ നോക്കും. അതാണ് സംഭവം. വായി നോക്കാറുണ്ട്. അപ്പൊ പഴയ കേസാ. പഴയ കേസാ. പെണ്ണെന്ന് പേ പോലും പറയത്തില്ല. ഇത് മറ്റേ പഴയ കേസാ, ഇപ്പോഴത്തെ കേസല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെയാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. മിറർ റെക്കോർഡ് നോക്കി അങ്ങനെയൊക്കെ ഉള്ള കേസ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അടുത്ത പ്രശ്നം ഞാൻ ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിൽ പോവാണ്, പഴയ പോലെ തന്നെ അത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകും. നമുക്ക് അപ്പൊ പേടിയാ. കോളേജുകളുടെ രംഗത്തൊക്കെ പോകുമ്പോൾ അവർ മൊത്തം പേടിയാണ്. സംശയമല്ല, ഒരു പേടി. അത് നമുക്കൊരു ട്രസ്റ്റ് പോയി കഴിയുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഫാൻസ് കൂടുവോ എന്നൊരു സംശയം. അതെന്റെ കുശുമിന്റെ, അത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ. ടൂറിസ്റ്റ് ബസ് ടൂർ പോകുമ്പോൾ നടക്കാൻ പോണ കേസ് ഫസ്റ്റ് നമ്പർ 1 പോണിട്ട് ഇരുന്ന് ഉറപ്പായിട്ടൊരു വീഡിയോ വരും. അപ്പൊ ഞാനും അങ്ങനെ വീഡിയോ എടുത്തു, അവിടെ വേറെ പെൺപിള്ളേര് വന്ന് എടുക്കും. അത് ഞങ്ങളുടെ ഇഷ്ടത്തിലുള്ളൊരു കുശുമ്പാ. അത് കുശും അത്ര ചെറിയ മാറ്റർ. പക്ഷെ ഞാൻ പൊക്കോളാൻ പറഞ്ഞു, ഞാൻ പോകുന്നു പറഞ്ഞു. ഓക്കെ ശരി പൊക്കോ. ഓക്കെ. നേരത്തെ റീക്രിയേഷൻ ചെയ്യുമായിരുന്നു ഭാവനയുടെ ഒക്കെ. ഓ അതെടുത്തിട്ടോ? അല്ല, അത് ഇപ്പോഴും ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടോ? ഓ ഇല്ല, ഞാൻ ഒന്നും കൂടെ കറുത്തു പോയി, ഇനിയിപ്പൊ കരിഞ്ഞ ഭാവന എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല നമ്മൾ. പക്ഷെ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു പിടിച്ച സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നു. അതുപോലത്തെ പക്ഷെ അതൊക്കെ ഭയങ്കര റീച്ച് കയറിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു, നല്ല നല്ല പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായി. അപ്പൊ ഉള്ളിലൊരു ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ ഒരു റീൽസ് തന്നെ കണ്ടിന്യൂ ചെയ്ത ആൾക്കാർ ചോദിക്കുന്നത് അതെന്താ കണ്ടിന്യൂ ചെയ്യാത്ത? അതല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഓരോ പ്രശ്നം നടക്കുമല്ലേ, ഇതൊക്കെ തീർന്നിട്ട് വേണം ഞങ്ങൾക്ക്. റീൽ എടുത്തിട്ട് തന്നെ കുറെ ആയി, ഒരുപാട് നാളായി. ഞങ്ങളുടെ ലാസ്റ്റ് റീൽ എടുത്താണ് മറ്റേ ഒരു മാസം തട്ടേക്കാട് പോയതല്ലേ. ഇപ്പൊ മോൻ ഇപ്പൊ പെപ്പയെടുത്ത് ഭയങ്കര കമ്പനിയാണ്. ഒരു ഫ്രണ്ടിനെ പോലെയാണോ അതോ ലൈക്ക് ഒരു ഫാദർ? ഇപ്പൊ എന്തെങ്കിലും തെറ്റേണ്ട വഴക്കുറയോ ചേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ലൈക്ക് മോനെ പോലെ അല്ലേ? ഇല്ല, അങ്ങനെയില്ല. നമ്മളങ്ങനെ വഴക്ക് പറയാൻ പാത്തിനുള്ള നമ്മളങ്ങനെ അല്ല, അങ്ങനെയല്ല. കുറുമ്പൊക്കെ കാണിക്കുമ്പോ വീട്ടിലൊക്കെ 2 വയസ്സിൽ അടിയാ. കുറുമ്പൊക്കെ കാണിക്കുമ്പോ എന്തെങ്കിലും പറയോ അങ്ങനെയൊക്കെ ചോദിച്ചു. അത്രയും ക്ലോസ് ആണോ? ഇപ്പം ക്ലോസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി ഒത്തിരി വീഡിയോസ് ഒക്കെ ഈ വള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല നിങ്ങളെ റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ വരട്ടെ. ഇനി അടുത്ത് ഇനി ഒത്തിരി ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് പറ്റട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു.